ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് നാടൻ വരാലിനെ കുറച്ച് കിട്ടിയായിരുന്നു. അത് നല്ലപോലെ വൃത്തിയായി തേച്ച് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ശകലം പുളിയും നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേർക്കാനുള്ള. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വന്നു. അതിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യുവാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലാണ് ഇടുന്നത്. ഒത്തിരി ഇതായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ വൃത്തിയാക്കി മൂക്കുന്നിടം വരെ അത് ഇളക്കി കൊടുക്കണം. ചെറിയ ബ്രൗൺ കളറാകണം. അപ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ എടുത്ത് വെക്കാം. മൂക്കുന്നിടം വരെ അവിടെ നിൽക്കട്ടെ, പോയി പൊടി എടുക്കട്ടെ. ആദ്യം മഞ്ഞൾപ്പൊടി എടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉലുവ, ഒരു ഞുള്ളു ഉലുവ പൊടി, ഇത്രയും ചേർത്ത് വെച്ചൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ മൂത്തിരിക്കുന്ന അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ തന്നെയാണ് വെക്കേണ്ടത് ഇതും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിന് ശേഷം അത് ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഈ പൊടികളെല്ലാം നല്ല ബ്രൗൺ കളറാകുന്നിടം അപ്പോഴത്തേക്ക് വെള്ളം എടുത്ത് വെക്കണം. വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തിലേക്ക് നമ്മൾ ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് റെഡിയാക്കാം. അപ്പോഴത്തേക്ക് ഞാൻ വെള്ളം എടുത്ത് വെക്കട്ടെ. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം വെള്ളം ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കും. കുറച്ച് വെള്ളമേ ഒഴിക്കത്തുള്ളൂ ആദ്യം. എന്നിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അത് ചട്ടിക്കകത്തിൽ തന്നെ സ്പൂണിന് കട്ടി കൂട്ടി അങ്ങോട്ട് അരച്ചാൽ മതി. നല്ല രീതിയിൽ അങ്ങോട്ട് കൊഴുപ്പ് വരുവായി വരും. അങ്ങനെ കൊഴുപ്പ് വരുവായി വന്നു കഴിയുമ്പം നമ്മൾ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് അതിനെ ക്ലിയറാക്കി നല്ലപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഇളക്കി നല്ല പരുവത്തിനാക്കിയുള്ള കറിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. അത് എടുത്ത് കൊണ്ടുവന്ന് ചേർക്കട്ടെ. 1 സ്പൂണ് ഉപ്പാണ് ചേർക്കേണ്ടത്. അതിനകത്തിൽ ഉപ്പ് കാണിക്കാം. ആദ്യം നമ്മൾ പുളി ഇടാം. പുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഉപ്പാണ് ഇടേണ്ടത്. 1 സ്പൂൺ ഉപ്പിടുക. അത് നല്ലപോലെ കലക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അടച്ച് വെക്കണം. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പം അത് തിളയ്ക്കും. അപ്പോൾ നമ്മൾ തീയുടെ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. ഇനിയും അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് തിളച്ച് കഴിയുമ്പം നമുക്കതെടുത്ത് അതിലേക്ക് നമ്മൾ ഈ മീൻ കഴുകി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് ചേർക്കാം. മീൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് തിളയ്ക്കുന്നിടം വരെ തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്തിട്ട് നമ്മളത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ തള വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് ചെറിയ തീയില കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ്. നല്ല സ്വാദിഷ്ടമായ നല്ല രീതിയിലുള്ള നാടൻ വരാല് കറിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിലെല്ലാം കറി വെക്കാം. ഇനി കുറച്ചുകൂടെ നല്ല രീതിയിലും കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ.